മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. തിരുവനന്തപുരം പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പൊഴിയൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സനീഷിനെയാണ് വിഷം കഴിച്ച നിലയിൽ നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ എന്നതാണ് വിവരം. തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. തിരുവനന്തപുരം പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. പൊഴിയൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സനീഷിനെയാണ് വിഷം കഴിച്ച നിലയിൽ സ്റ്റേഷനിൽ കണ്ടെത്തിയത്. എന്തായാലും അദ്ദേഹത്തിനെ ഇപ്പോൾ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പോലീസുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, എന്താണ് ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് പ്രദീപേ? രേണുക, ഇപ്പോഴും നിലവിലെ അവസ്ഥ ഗുരുതരമാണ്. ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിൽ പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സതീഷിനെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള ഇത്തരത്തിൽ ആത്മഹത്യ ശ്രമം നടത്തിയതെന്നുള്ള വിവരങ്ങൾ വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമായി തുടർന്നാൽ മാത്രമേ പോലീസിന് മറ്റു തരത്തിലുള്ള അദ്ദേഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കൂ എന്നുള്ള വിവരമാണ് നമുക്ക് പോലീസ് അധികൃതരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളത്തോടെ കൃത്യമായിട്ട് എന്താണ് ഇതിനെ ആത്മഹത്യാ ശ്രമത്തിനുള്ള കാരണം എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. രേണുക, ശരി, വിവരങ്ങൾ പങ്കുവച്ചത് പ്രദീപ് പാറശാലയാണ്. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.